ഇടതുപക്ഷം ശക്തിപ്പെട്ട് പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കാൻ സാധിക്കണം എന്നും ആഗ്രഹിക്കുന്നവരെ കുറ്റപ്പെടുത്താനേ സാധിക്കില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാവുന്ന വളർച്ച, അതാണ് രാജ്യത്തിൻ്റെ വളർച്ച എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദേശീയ വികാരം ഉയർത്തിപ്പിടിക്കുന്നവരുടെ രാജ്യ വളർച്ചയെക്കുറിച്ചല്ല. ആ അർത്ഥത്തിലുള്ള രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. പുതിയൊരു ഇന്ത്യ രചിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്. അതിനുള്ള കരുത്ത് ഇന്ന് ഇടതുപക്ഷത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ദേശീയതയ്ക്ക് എതിരായി അല്ലെങ്കിൽ മറുപടിയായിട്ട് സർവ്വദേശീയതയാണ് എന്ന് പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കടമ വഹിക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ ദേശീയ പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാന പശ്ചാത്തലത്തിലും അത് ആശാവഹമാണോ? ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ഇതിൽ അപർണയും രണ്ട് ആളുകൾ, ഒരു ഇടതുപക്ഷ സ്നേഹികളും തമ്മിൽ ഒരു സംവാദം നടന്നിരുന്നു. എത്ര ഇതായിട്ടാണ് ഇടതുപക്ഷത്തെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും വ്യാകുലപ്പെടുന്ന കുറച്ചു ഇടതുപക്ഷ സ്നേഹികളെ കാണുകയുണ്ടായി. ഈ ഒരവസ്ഥയിൽ സാർ എന്താണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ പറ്റിയിട്ടുള്ളത്? ഈ ജീർണത എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സ്വരാജ് വിചാരിക്കുന്നത്? മറ്റേ ഈ ഇടതുപക്ഷ സ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം എനിക്കറിയില്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളതല്ല. പിന്നെ രാജ്യത്താകെയും സംസ്ഥാനത്തുമുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിയും രാജ്യത്തെ പൊതുവിലുള്ള സ്ഥിതിയും തമ്മിൽ നമുക്കങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് പൊതുവേ അറിയാം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ സ്ഥിതി, ആ സ്ഥിതി സംബന്ധിച്ച് ഉയർന്നു വരുന്ന ഏതൊരു വിമർശനത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ വിമർശനങ്ങൾ ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടണമെന്നും ഇടതുപക്ഷം ശക്തിപ്പെട്ട് പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കാൻ സാധിക്കണം എന്നും ആഗ്രഹിക്കുന്നവരെ കുറ്റപ്പെടുത്താനേ സാധിക്കില്ല. എന്നാൽ ഇടതുപക്ഷത്തെ കൂടുതൽ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനത്തെ ആ അർത്ഥത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതുമുണ്ട്. നാം കാണേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാവുന്ന വളർച്ച, അതാണ് രാജ്യത്തിൻ്റെ വളർച്ച എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദേശീയ വികാരം ഉയർത്തിപ്പിടിക്കുന്നവരുടെ രാജ്യ വളർച്ചയെക്കുറിച്ചല്ല. ആ അർത്ഥത്തിലുള്ള രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനനുസരിച്ച് ഇടതുപക്ഷം ശക്തമായി വരുന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ അന്തരീക്ഷം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുക, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനാണല്ലോ നോക്കുക, അത് വെച്ച് നോക്കിയാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ്. ഇന്ത്യ വളരെ സങ്കീർണമാണ് ഇന്ത്യ. ആ സങ്കീർണതയുടെ വിശദാംശങ്ങളിലേക്കാകെ ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഞാൻ ഒരു കൊച്ചുദാഹരണം മാത്രം പറയാം. കുംഭമേള നടന്നല്ലോ. കുംഭമേളയെക്കുറിച്ച് എന്തോ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചിലർ കരുതുന്നത്. അല്ല, അത് നിങ്ങൾ സ്വയം പൂരിപ്പിച്ചാൽ മതി. കുംഭമേള അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ മാധ്യമ പ്രവർത്തകരൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു, അല്ലേ? എന്തൊരു കണ്ണ്, എന്തൊരു മൂക്ക്, എന്തൊരു നോട്ടം, ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മറ്റേ മാധ്യമ പ്രവർത്തകരും അതുവഴി സാമൂഹ്യ മാധ്യമങ്ങളും ആകെ ആകുല ചിത്തരായിട്ട് മാറി. അവിടെ മാല വിൽക്കാനോട്ട് വന്നൊരു പെൺകുട്ടി, ഇല്ലേ? എന്താ പെൺകുട്ടിയുടെ പേരാർക്കെങ്കിലും പറയാമോ? കണ്ടോ, എല്ലാവർക്കും അറിയാം. ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഞാനതിനെക്കുറിച്ചൊന്നും പറയാനല്ല. അപ്പോൾ പെൺകുട്ടിയോട് ആരോ ചോദിച്ചു അത്ര എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഒന്ന് സ്കൂളോ? ഞാനോ? അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ വീട്ടിൽ, അയൽവക്കത്തുള്ള വീട്ടിൽ, ആ ഗ്രാമത്തിലൊന്നും ആരും സ്കൂളിൽ പോകുന്നേയില്ല. മനസ്സിലായി? സ്കൂളിൽ പോകുന്നേയില്ല. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല, ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രാജസ്ഥാനിൽ ചില ഔദ്യോഗിക സ്വഭാവമുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ട് പോയി. അവിടെ ജയ്സാൽമറിൽ പോയിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ, അവിടെ ഈ ഒരു ചെറിയ തെരുവ് പോലെയാണ്. അവിടെ എല്ലാ കൊച്ചു കൊച്ചു കടകളിലും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇതുപോലുള്ള കുട്ടികളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്, നൂറുകണക്കിന് കുട്ടികൾ.
അപ്പോൾ ഞങ്ങൾ ഇവരോട് സംസാരിക്കാൻ പറ്റിയവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചോദിച്ചത് ഈ ചോദ്യമാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? അവരൊന്നും സ്കൂളിൽ പോകുന്നവരല്ല. അപ്പോൾ അതിൽ കുട്ടിയോട് ചോദിച്ചു, എന്താണ് സ്കൂളിൽ പോകാത്തത്? വളരെ ലളിതവും കൃത്യവുമായ ഉത്തരമാണ്, ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല. അതാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല. അപ്പോൾ അവിടെയുള്ള ഒരു ജീവിത ശൈലി തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം എന്ന ചിന്ത അവിടെ ഇല്ല, അങ്ങനെ ഒരു ബോധമില്ല. പിന്നെ ആരാണ് സ്കൂളിൽ പോകേണ്ടത്? സ്കൂളിനടുത്ത് താമസിക്കുന്നവരാണ് സ്കൂളിൽ പോകേണ്ടത്. ഒരു സ്കൂൾ ഉണ്ടാവും, ആ സ്കൂളിൻ്റെ 4, 5, 6 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ പോകും. അതിനപ്പുറമുള്ളവർക്ക് പോകാൻ കഴിയില്ല. നടന്നു പോകുന്നതിനൊരു ദൂരം, ഒരു പരിധിയില്ലേ. വാഹനങ്ങളൊന്നും ഇല്ല ആ ഗ്രാമങ്ങളിൽ. കാളവണ്ടിയൊക്കെ വളരെ സർവ്വസാധാരണമാണ്, അതിൽ കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകുന്ന രീതിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല എന്ന കാരണം കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല. അത് ഒരു കുറവാണ് എന്ന് അവരുടെ രക്ഷിതാക്കൾക്കോ ആ സമൂഹത്തിനോ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ ഒന്നും തോന്നിയിട്ടുമില്ല. ഞാനിത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ സങ്കീർണമായ ഒരുപാട് സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം. ജാതി നമ്മൾ ചിന്തിക്കുന്നതിനും സങ്കല്പിക്കുന്നതിനും അപ്പുറം മനുഷ്യർക്കിടയിൽ വലിയ മതിലുകൾ കെട്ടി ഉയർത്തിയ ഒരു രാജ്യമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം. ഇടതുപക്ഷം തന്നെ, ഇടതുപക്ഷം എന്ന് വിശാലാർത്ഥത്തിൽ പറയുന്നതിനേക്കാൾ CPIM തന്നെ മുൻകൈയെടുത്ത് തമിഴ്നാട്ടിൽ കുറേ മതിലൊക്കെ പൊളിച്ചു. പക്ഷെ അതൊക്കെ ഒരു അറ്റമായിട്ടേ ഉള്ളൂ. രാജ്യത്തൊക്കെ ഇപ്പോഴും മതിൽക്കെട്ടുകൾക്കകത്ത് തന്നെയാണ് മനുഷ്യരുള്ളത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനുള്ളത്. അവിടെ പുതിയൊരു ഇന്ത്യ രചിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്. അതിനുള്ള കരുത്ത് ഇന്ന് ഇടതുപക്ഷത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കരുത്താർജിക്കണം, കരുത്താർജിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കരുത്താർജിക്കും, ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് നമ്മുടെ രാജ്യം കാത്തിരിക്കുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ മറുപടി ഇവിടെ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ ചോദ്യത്തെ വിമർശനപരമായി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.